പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്കാണെങ്കിലും എല്ലാവരും മലയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് നീ കരയുന്നത്? അവർ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോയതെന്ന് പറയുമ്പോൾ, ഞാൻ കാരണമാണല്ലോ അവർ ഇത്രയും ദിവസം വൈകിയത്, അത് ഓർത്തിട്ടാണ് എന്നൊക്കെ പറയേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലുമല്ല, അയ്യപ്പൻ്റെ തീരുമാനമായിരിക്കും അവർ എന്ന് അയ്യപ്പ സന്നിധിയിൽ എത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ ജാനകിയാണെങ്കിലും ദേവയാനിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. ഈ സമയത്ത് ജലജയാണെങ്കിലും പറയാണ്, എന്നാൽ ഈ സമയത്ത് അവളുമാർ രണ്ടെണ്ണം ഇവിടെ വന്നില്ലല്ലോ, അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നയനെ ഇങ്ങനെ വരാത്തത് അവളുടെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അവളുടെ കാര്യം പോട്ടെ, അവൾ പിന്നെ മായാജാലക്കാരിയാണല്ലോ, എന്നാലും അനാമികയ്ക്ക് വിലക്കൊന്നുമില്ലല്ലോ, അവൾക്ക് ഇങ്ങോട്ട് വരായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടാവുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് നിന്റെ മകൻ ഉൾപ്പെടെ മലയ്ക്ക് പോയിരിക്കുകയാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ സംസാരം നിർത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു, അതെന്തായാലും നന്നായി എന്ന് പറയും. അപ്പം നിനക്ക് അങ്ങ് സുഖിച്ചോ എന്ന് ജലജ ചോദിക്കുമ്പോൾ, എനിക്ക് നന്നായിട്ട് സുഖിച്ചു, ഞാൻ പറയാനിരുന്ന് തന്നെയാണ് മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് എന്ന് പറയും. പിന്നെ അഭിയാണെങ്കിലും ഇനിയിപ്പോൾ അമ്മയുടെ മകൻ ഉൾപ്പെടെ ഇവിടുന്ന് മലയ്ക്ക് പോയിട്ടുണ്ടല്ലോ, അവനാണെങ്കിലും ഞാനൊരു കാര്യം പറയാം, അവൻ ഇങ്ങനെ അത്യാവശ്യം വ്രതമൊക്കെ തെറ്റിച്ചിട്ടാണ് മലയ്ക്ക് പോയിട്ടില്ലെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അവനങ്ങനെ വ്രതമൊന്നും തെറ്റിക്കില്ല എന്ന് പറയട്ടോ. അവനങ്ങനെ വ്രതം തെറ്റിച്ചതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ മൊബൈലിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ അവനാണെങ്കിലും ഇങ്ങനെ ഒരാഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ വ്രതം എടുക്കാനൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അവർ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്ന സമയത്ത് നവ്യാണെങ്കിലും പൂജാമുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് മുത്തശ്ശിനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പേടിയാവുന്നുണ്ട് മുത്തശ്ശി, അഭിയാണെങ്കിലും ഇങ്ങനെ വ്രതം തെറ്റിച്ചിട്ടാണ് മലയ്ക്ക് പോയിട്ടുള്ളത്, എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അവൻ വ്രതം തെറ്റിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവന് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കൺട്രോളും ഇല്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ അറിയാം. അവനാണെങ്കിൽ ഒരാഴ്ച തികച്ച് ഇങ്ങനെ നോൺ വെജും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ തെറ്റ് ചെയ്താലും ഇനിയിപ്പോൾ ഇങ്ങനെ അവൻ്റെ കൂടെയുള്ളവർ എന്തായാലും അയ്യപ്പസ്വാമിനെ മുറുകെ പിടിക്കുന്നവരാണ്, അതുകൊണ്ട് കൂടെ അവനും കുഴപ്പമൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയാണെങ്കിലും നവ്യനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിലാണെങ്കിലും ഒരു മാറ്റം ഇല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നവ്യ പറയുന്ന സമയത്ത് ആദർശും അതുപോലെ തന്നെ നയനയും ഭയങ്കര പൊരുത്തക്കേടായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ നയനമോളുടെ സ്വഭാവം കൊണ്ടാണ് അവനെ മാറ്റിയെടുത്തത്, അതുകൊണ്ട് മോളും അബീനെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ പണത്തിന് പിറകെ പോകുന്ന ആളാണ്. പക്ഷേ അനിയൊന്നും അങ്ങനെയല്ല, അനീനെ ഇങ്ങനെ അനാമിക സ്നേഹിക്കാത്തതുകൊണ്ടാണ് അനി ഇങ്ങനെ ആ കുട്ടീനെ സ്നേഹിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അബീനെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥനയിലാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നയനെ വിളിക്കുന്നുണ്ടായിരുന്നു. നയനെ വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും മലയ്ക്ക് പോയോ, എല്ലാം ഭംഗിയായിട്ട് നടന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അവരെല്ലാം പോയി, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എരുമേലിയിൽ ചെന്നിട്ട് അവർ നടന്നാ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ പരിചയക്കാരൊക്കെ കാണില്ലേ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ക്യൂവിൽ നിൽക്കാതെ അവർക്ക് മല കയറാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും സാധാരണക്കാർ പോകുന്ന പോലെ തന്നെ പോവുള്ളൂ, VIP-കളുടെ ഇതിൽ പോവില്ല, അങ്ങനെ തന്നെ അവർ പോവുള്ളൂ എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിലും നയനയോട് പറയാൻ കേട്ടോ. അപ്പോൾ മോള് വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും മല ചവിട്ടി തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ ദേവയാനിയാണെങ്കിലും മോളുടെ അമ്മായിമ്മയാണെങ്കിലും മോളെ സ്നേഹിക്കും, എല്ലാം നല്ലത് ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിലും കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശനോടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശിനോട് പറയാണ്, ഇങ്ങനെ 41 ദിവസം വ്രതം എടുക്കാമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അബീനെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു, അവനിങ്ങനെ അത്രയും ദിവസം വ്രതം എടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയും, ഞാനത് ജലജേനോട് പറഞ്ഞതാണ്, പക്ഷേ ജലജയാണ് പറഞ്ഞത് അവൻ നന്നായിട്ട് വ്രതം പിടിച്ചോളും എന്നൊക്കെ, നമ്മളത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ വ്രതം തെറ്റിച്ചു എന്നൊക്കെയാണ് നവ്യ പറയുന്നത് എന്നൊക്കെ പറയും. എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അഭി ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ മുത്തശ്ശിയുടെ ഒക്കെ കൂടെ തന്നെയാണല്ലോ, എന്നിട്ടും നമ്മളവനെ നല്ല രീതിയിൽ തന്നെയാണ് ഇങ്ങനെയെല്ലാം വളർത്തിയിട്ടുള്ളത്, പക്ഷെ അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു മാറ്റമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നവ്യ മോൾക്ക് പോലും ഇപ്പം നല്ല മാറ്റമുണ്ട്. ആദ്യമൊക്കെ നവ്യ അഭിയുടെ കൂടെ നിന്നിരുന്ന ആളായിരുന്നു, ഇപ്പം മോൾക്കും നല്ല മാറ്റമുണ്ട്, നമ്മുടെ കൊച്ചുമോന് മാത്രമാണ് ഒരു മാറ്റമില്ലാത്തതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഒരു കണക്കിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അവരുടെ കൊച്ചുമോനല്ലല്ലോ അഭിയൊന്നും. അപ്പോൾ ജലജേന ഇങ്ങനെ അനാഥ പെൺകുട്ടീനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് വളർത്തണം, ആ ഒരു ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെയാണ് അവളോട് പെരുമാറിയിട്ടുള്ളതും. പക്ഷേ അവൾക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല, നമ്മുടെ മക്കളെക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കേണ്ടത് അവളായിരുന്നു, പക്ഷേ അവൾക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പോകാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നെ മലയ്ക്ക് പോയവരാണെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നടന്നു പോകാനാണ് അവരുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും നടക്കാൻ വയ്യ, കാല് മസിൽ കയറിയിട്ടുണ്ട്, അതൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അവരാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ നടന്ന് തുടങ്ങുക, എന്നാലേ രാവിലെ ആകുമ്പോഴത്തേന് സന്നിധാനത്ത് എത്തുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ ആദർശ് പറയുന്നത്. അപ്പോൾ അബിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അബി നിൽക്കുന്നത്. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അതിന് ശേഷം അനാമികയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് അവരിങ്ങനെ മലയ്ക്ക് പോകുന്ന സമയത്ത് മോൾ അവിടേക്ക് പോവേണ്ടതായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും ആകെ ദേഷ്യമാണ്, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ കരണത്തൊക്കെ അടിച്ചിട്ടാണ് അവൻ മലയ്ക്ക് പോയിരിക്കുന്നത്, അതിനുള്ള തിരിച്ചടി എന്തായാലും അവന് കിട്ടും എന്നൊക്കെ പറയാണ്. അനാമികയാണെങ്കിലും പിന്നെ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇതുവരെ പുറത്ത് പോയിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും വേണു അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പം അനാമിക വന്നിട്ട് പെട്ടെന്ന് തന്നെ വേണുവിൻ്റെ കവളത്തൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. എന്തായാലും അച്ഛൻ അവിടെ പോയിട്ട് അച്ഛന് അടിയൊന്നും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയേ. എന്തായാലും പിന്നെ അവിടെ പോയിട്ട് എന്തായി കാര്യങ്ങൾ, എന്താ അവർ പറയുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ നൈനേനെ പിടിച്ച് തള്ളി അവൾക്ക് എന്തോ ആവശ്യത ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അവൾക്കൊരു ആവശ്യതയില്ല, ഒക്കെ അവളുടെ അഭിനയമാണെന്നൊക്കെ അനാമിക പറയും കേട്ടോ. പിന്നീട് എന്തായാലും അച്ഛന് തിരിച്ച് അടിയൊന്നും കിട്ടിയില്ലല്ലോ അവളുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ അവൾ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവൾക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ എന്തായാലും നന്ദുവിനെ വേറെയുള്ള ആളുകളെ കൊണ്ട് അടിച്ച് കിടത്തണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളെക്കാളും കരാട്ടയും ഇങ്ങനെ അഭ്യാസമൊക്കെ പഠിച്ചവന്മാർ ഈ നാട്ടിലുണ്ട്, എന്തായാലും അവരെ കൊണ്ട് ഞാൻ അവളെ കിടപ്പിലാക്കിക്കോളാം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അവൾ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളെ പോയി ഒന്ന് കാണണം, അവളെൻ്റെ കവളത്ത് അടിച്ചിട്ടുള്ള അത് അവൾക്ക് ഇങ്ങനെ ഓർമ്മ വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വേണുവാണെങ്കിൽ അനാമികയ്ക്ക് ആ ഒരു വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, എന്തായാലും നമുക്ക് അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അനാമികയാണെങ്കിലും അതന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് എന്തായാലും അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ നടക്കാനുള്ള തീരുമാനമാണ് കേട്ടോ മലയ്ക്ക് പോകുന്നവർ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വ്രതം തെറ്റിച്ചിട്ടാണല്ലോ നീ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്, അതിനുള്ള തിരിച്ചടി എന്തായാലും നിനക്ക് കിട്ടും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ആദർശാണെങ്കിലും ഒന്ന് നടന്നു നോക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോവേണ്ടി വരും, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയെന്ന് പറയാണ്. ജയനാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഒരുപാട് തെറ്റൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് നിനക്ക് ഇത്രയെങ്കിലും ശിക്ഷ തിരിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ വരുന്നവരെ നീ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പിന്നെ അയ്യപ്പസ്വാമി ഞങ്ങളോടായിരിക്കും മുഖം തിരിച്ച് നിൽക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ നീ ഇവിടെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അബിയാണെങ്കിലും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അബി അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വേറൊരു സ്വാമി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സ്വാമി പോയില്ലേ എന്നിട്ട്. അപ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത്, എന്നാൽ സ്വാമി കിടക്ക്, ഞാൻ കാല് തിരുമ്മി തരാം, ഇനിയിപ്പോൾ രാവിലെ വിടുന്ന ഒരു ബസ്സുണ്ട് മാറുകയാണെങ്കിൽ അതിന് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സ്വാമിയാണെങ്കിൽ അബിയുടെ കാല് തിരുമ്മി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത്, എന്തായാലും അവൻ കാല് തിരുമ്മില്ല, ആ സുഖത്തിൽ അങ്ങ് കിടന്നുറങ്ങാം, ഇനിയിപ്പോൾ എന്തായാലും മലയ്ക്കൊന്നും പോകണില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് അബിയുടെ വാച്ചും അതുപോലെ തന്നെ ബാഗും മൊബൈലും ഒന്നും കാണാനില്ല കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന സ്വാമിമാരെയും കാണാനില്ല. പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്വാമി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് പോയിട്ട് ചോദിക്കുന്ന സമയത്ത് അതാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അബിനോട് അവിടുന്ന് ഇങ്ങനെ കത്തിയെടുത്ത് ചൂണ്ടി കാണിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് പറയാം കേട്ടോ. അബിയാണെങ്കിലും പേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, മൊബൈലുള്ളതെല്ലാം പോയല്ലോ, ഇവിടെയാണെങ്കിൽ ആരെയും കാണാനും വഴിയില്ല, ഇതിങ്ങനെ കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാണല്ലോ എന്ന് ഓർത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ ആനയുടെ ചിഹ്നവിളിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അബിക്കാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട്. ഇത്തവണ ഞാൻ എന്തായാലും വ്രതം തെറ്റിച്ചു, ഇനി എനിക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വർഷം 41 ദിവസം എന്തായാലും വ്രതം തെറ്റിക്കാതെ എടുത്തിട്ട് മലയ്ക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേരുന്നുണ്ടായിരുന്നേ. നവ്യാണെങ്കിലും പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ തന്നെയാണ് കേട്ടോ. അബിയാണെങ്കിലും കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ നടന്നിങ്ങനെ വരുന്ന സമയത്താണെങ്കിലും ആനകളുടെ ശബ്ദമൊക്കെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും ചെറിയ പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ പേടിച്ച് നിൽക്കുന്ന അബീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്.